മോഷണത്തിനെതിരെ, ആഭരണ ഭ്രമത്തിനെതിരെ, ആഡംബര വിവാഹങ്ങൾക്കെതിരെ സായുധമല്ലാത്ത ആദർശ സമരം നടത്തിയത്. വയറുനിറയെ പ്രസംഗവും ഒരു പായസം. കല്യാണം 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്. ആണിന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം ഒരിടത്ത്. 2 കല്യാണമില്ല, 1 കല്യാണം. പുരുഷന്റെ ചെലവിൽ മാത്രം കല്യാണം. ഇങ്ങനെയാണ് കല്യാണത്തിന്. ഫീസില്ല കല്യാണം ഉണ്ടാക്കാൻ. എല്ലാരിപ്പണമില്ല. പിന്നെയോ അന്വേഷണം നടത്തുന്നു, അന്വേഷണം നടത്താൻ അഡ്രസ് കൊടുക്കുന്നു, ഇരുകൂട്ടരും യോജിച്ചാൽ കല്യാണം നടത്തി കൊടുക്കുന്നു. ഇതാണ് രീതി. അപ്പോൾ 25 വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പിന്നെ കല്യാണം വരാൻ കുറച്ച് താമസമുണ്ട് പല നാടുകളിൽ അല്ലേ. അപ്പോൾ ഭാര്യമാർ മരിച്ചവർ വരും, ഭാര്യമാർ നിലവിലുള്ളവർ വരും. അഡ്രസ് കൊടുക്കും, അന്വേഷിക്കാം, കല്യാണം നടത്തണമെങ്കിൽ നടത്താം, വേണ്ടെങ്കിൽ നടത്താതിരിക്കാം. ഇതാണ്. അടുത്ത 2005 മെയ് മാസം 25-ാം തീയതി കേരളത്തിൽ കോഴിക്കോട് ഒരു കല്യാണം നടന്നു. തഞ്ചാവൂരിലെ ഒരു ഡോക്ടർ അലാവുദ്ദീൻ കോഴിക്കോട് പരിസരത്ത് ഒരു ഉത്തമ്പരക്കൽ മായിൻ പരേതനായ മായിൻ സാഹിബിന്റെ മകൾ ജൈനവിയുമായി വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് കണ്ടു. അഡ്രസ് കൈമാറി. കല്യാണ ദിവസത്തിന് ബന്ധുമിത്രാദികൾ കുറെ കൂടി വിവാഹം നടന്നു. പാവപ്പെട്ട കുട്ടി, പിതാവില്ല. അവരോട് പറഞ്ഞിരുന്നു ഇയാൾക്ക് ഭാര്യമാരുണ്ട്, സുഖമായി ജീവിക്കുന്നുണ്ട്, വീടും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല നിലക്ക് നിന്നാൽ നിങ്ങൾക്കും അതിനുള്ള ചാൻസ്. അതുകൊണ്ട് അവര് ഇഷ്ടപ്പെട്ടു. ഡോക്ടറാ വന്നിരിക്കുന്നത്, സുന്ദരനായ ഡോക്ടർ ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിഞ്ഞു. ദിവസങ്ങൾ ചെന്നപ്പോഴേക്ക് അവർ തമ്മിലുള്ള ബന്ധം ശാരീരികമായും മാനസികമായും അകന്നു. ഇടക്കിടക്ക് വരും, 1, 2, 3 ദിവസം നിൽക്കും, വീണ്ടും പോകും. അങ്ങനെ മുന്നോട്ട് പോകും. പണം 10,000, 20,000 അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. അവരുടെ ജ്യേഷ്ഠത്തിക്ക് ടൈലറിംഗ് മെഷീൻ എടുത്തു കൊടുത്തു. അവന്റെ ചെലവിൽ വാടക വിട്ട് താമസം. ഇങ്ങനെയെല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവസാനം പിന്നീട് വരാൻ താല്പര്യമില്ലാത്ത, ബന്ധപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക്. അപ്പോൾ 1 ലക്ഷം രൂപ അവർക്ക് മസാല കൊടുക്കാമെന്ന് വരൻ പറഞ്ഞു. അവർ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ചോദിച്ചത് 1 ലക്ഷം കൊണ്ടെന്നാകാൻ 5 ലക്ഷം. എന്നാൽ പിന്നെ കേസ് കൊടുക്കാം, കോടതി മുഖേന വാങ്ങാം എന്ന അഭിപ്രായപ്പെട്ടു. കേസ് കൊടുക്കാൻ പുരുഷന്റെ അഡ്രസ്സും കാർഡും ഫോൺ നമ്പറും എല്ലാം കൊടുത്തു. പിന്നീട് 6 മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ കാണുന്നത് പത്രസമ്മേളനം നടത്തുന്നതാണ്. അത്ഭുതം, അതിശയം. എന്താ? കല്യാണത്തിന്, വിവാഹത്തിന് ഒരു പുരുഷനെ കാണിച്ചു കൊടുത്ത ഫീസ് വാങ്ങാത്ത ആളെ 1-ാം പ്രതിയാക്കിക്കൊണ്ട്, അയാളുടെ ഭാര്യയെ 2-ാം പ്രതിയാക്കിക്കൊണ്ട്, കല്യാണം കഴിച്ച എന്നിട്ട് ബന്ധം നിലനിർത്താത്ത പുതിയാപ്പിള 3-ാം പ്രതി, 1-ാം പ്രതിയും 2-ാം പ്രതിയും ഇതിനുവേണ്ടി ഫീസ് വാങ്ങാതെ സഹായ സേവനങ്ങൾക്ക് വ്യക്തികൾ. ഇതാണ് ലോകത്തിന്റെ സ്വഭാവം. മനസ്സിലായോ? അപ്പോൾ ആ കുട്ടി പഠിച്ചിരുന്നത്, അവളുടെ വാപ്പ മരിച്ചപ്പോൾ, അവർ സാമ്പത്തികമായി ക്ഷീണത്തിലായപ്പോൾ, അവർക്ക് വീട് ഇല്ലാതായപ്പോൾ സിംഗപ്പുറയിൽ ഒരു സ്ഥാപനമുണ്ട്. ഭക്ഷണം, വസ്ത്രം, ചെരുപ്പ്, കൊട, പേന എല്ലാം ഫ്രീയായി നടത്തുന്നൊരു സ്ഥാപനം. ഇന്നവിടെ 310 വിദ്യാർത്ഥികളുണ്ട്. ഏതാനും കലണ്ടറുകൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ കലണ്ടറുകൾ വാങ്ങിക്കൊണ്ട് പോകണം. കൂടുതൽ കോപ്പി ആവശ്യമുള്ളവർ വാങ്ങണം. ഇതിന് വിലയില്ല. സംഭാവനകൾ എത്ര വേണമെങ്കിലും കൊടുക്കാം. 2.5 ദിവസത്തേക്ക് ഒരു കരിയാണ് അവിടെ ആവശ്യമുണ്ട്. അതിന്റെ ബാക്കി അനുഭവം നമ്മൾ ഇവിടെ ആരോഗ്യമില്ലാത്ത, പാവപ്പെട്ട, വിഷമിക്കുന്ന, വേദനിക്കുന്ന വല്ല കുട്ടികളുമുണ്ടെങ്കിൽ 5-ാം ക്ലാസ് മുതൽ MA വരെ അവിടെ വിദ്യാഭ്യാസം ഫ്രീയാണ്. അവിടേക്ക് പറഞ്ഞയച്ചാൽ മതി. അപ്പോ ആ സ്ഥാപനത്തിലാണ് അവർ പഠിച്ചിരുന്നത്. അപ്പോഴാണ് വിവാഹാലോചന വന്നത്. അപ്പോൾ ആ സ്ഥാപനത്തെ കരിവാരിത്തെത്തുന്ന വിധത്തിൽ ആ സ്ഥാപനത്തിൽ നടക്കുന്ന പെൺവാണിഭമാണ് എന്ന് പറയുന്ന രീതിയിൽ ആണ് നിഷ എന്ന പുരുഷ വിരോധ സംഘടനയുടെ നേതാവ് ആരോപിക്കുന്നത്. കേരളത്തിലെങ്ങോളം വിവാദം. SKSS പ്രകടനം നടത്തണം, മുദ്രാവാക്യം നടത്തുക, വർത്തമാനവും അടക്കം, മുത്തശ്ശിപത്രം അടക്കം, ദേശാഭിമാനി അടക്കം ആഘോഷിക്കുക. എന്താണ് ആഘോഷിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ മാനാഭിമാനത്തിൽ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനാഭിമാനത്തിൽ. ആ പെൺകുട്ടിക്ക് വേണ്ടി എന്താണ് പത്രമാധ്യമങ്ങൾ ഇനി ചെയ്യുന്നത്? അവൾക്കൊരു വിവാഹമാണ്, ഒരു ജീവിതമാണ് ആവശ്യം. ഏതാനും പണം കിട്ടിയാൽ, 5 ലക്ഷം രൂപ കിട്ടിയാലും അല്ലെങ്കിൽ ശരി, അവളുടെ ഭക്ഷണം മാത്രമേ അവസാനിക്കൂ.
അവളുടെ വസ്ത്രം മാത്രമേ അവസാനിക്കൂ, അവളുടെ മരുന്ന് മാത്രമേ അവസാനിക്കൂ, അല്ലേ? അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിന്റെ ഡയറക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ വിവാഹം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും. അതല്ലേ ചെയ്യാൻ, അതല്ലേ മർമ്മപ്രധാനമായ ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് വസ്തുതകൾ. കമ്മീഷൻ വാങ്ങാത്ത, ഫീസ് വാങ്ങാത്ത കല്യാണങ്ങൾ നടക്കുമ്പോഴാണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഉണ്ടാവുകയില്ല തോന്നിപ്പോകും, പക്ഷേ നമുക്കത് വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, കർണാടക, തമിഴ്നാട്, ഗോവ, ലക്ഷദ്വീപിൽ കുട്ടികൾ വരെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. 310 വിദ്യാർത്ഥിനികൾ, ഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. രക്ഷിതാക്കളാണ് വന്ന് കൊണ്ടുവരുന്നത്. അവരാരും ഇതുവരെ ഇല്ല, അവർക്കാർക്കും ഇതുവരെ തോന്നിയിട്ടില്ല അവർ എന്തെങ്കിലും ഒരു മോശമായ പ്രകടനം ഉണ്ടെന്ന്. കാരണം അവരൊന്ന് പഠിക്കുന്നു, അവർ 5 നേരം ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നു, അവർ ഇതിന്റെ ആരാധനകളുടെ മഹിമ മനസ്സിലാക്കി സുന്നത്ത് നോമ്പെടുക്കുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു, നല്ല സുന്ദരമായ രീതിയിൽ, സ്വന്തമായ രീതിയിൽ അവർ ജീവിക്കുന്നു. അങ്ങനെയുള്ള മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തെ പരിപാലിക്കുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുജാഹിദുകളാണ്. നോക്കുക, നാട്ടിൽ എവിടെയെങ്കിലും ഒരു ഡൈവോഴ്സിന്റെ പക്കത്തെത്തിയാൽ അതിന് പള്ളിയുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാനാണ്, പള്ളിയിലെ ഇമാമിനെ ആക്ഷേപിക്കലാണോ? കല്യാണങ്ങൾ നടക്കുന്നു, 1000-ലധികം കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏതാനും വിലയിരുന്നാവുന്നവ പ്രയാസകരമായി കലാശിച്ചു എന്ന് വരാം. എന്നിട്ട് പറയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കല്യാണം കഴിക്കുക. അന്യസംസ്ഥാനം ഇന്ത്യയിൽപ്പെട്ടതല്ലേ? തമിഴ്നാട് ഇന്ത്യയിൽപ്പെട്ടതല്ലേ? കർണാടക ഇന്ത്യയിൽപ്പെട്ടതല്ലേ? കേരളത്തിലെ ഒരു പുരുഷൻ തമിഴ്നാട്ടിൽ പോയി കല്യാണം കഴിച്ചാൽ തമിഴ്നാട്ടിലെ പത്രങ്ങൾ എഴുതേണ്ടത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ട് അനധികൃതമായി കല്യാണം കഴിക്കുന്നു എന്നാണ്. ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ അവിടെ നൃത്തം പഠിക്കാനോ സംഗീതം പഠിക്കാനോ പിന്നെ കഥകളി കാണാനൊക്കെ വന്നിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നില്ലേ? എത്ര സന്തോഷകരമായി കൗതുകരമായിട്ടാണ് വാർത്ത തയ്യാറാക്കുന്നത്, അല്ലേ? അപ്പോ മുസ്ലിംകൾ കല്യാണം സംഘടിപ്പിച്ചാൽ അത് അന്യസംസ്ഥാനങ്ങളിലുള്ള വിവാഹം എന്താ? കേരളം, കർണാടകവും തമിഴ്നാടും തമ്മിൽ നമുക്ക് വേർതിരിവുണ്ടോ? നമ്മൾ ഇന്ത്യക്കാരല്ലേ? എവിടെ പ്രതിജ്ഞ? എവിടെ ഇന്ത്യയെ പറ്റിയുള്ള അഭിമാനം? എവിടെ സ്വാതന്ത്ര്യ സമരം? എവിടെ റിപ്പബ്ലിക്കനാണ്? നമ്മൾ ജാതീയതയാണോ, നമ്മൾ വർഗീയതയാണോ പ്രകടിപ്പിക്കുന്നത്? ഭാഷാ വ്യത്യാസമാണോ പ്രകടിപ്പിക്കുന്നത്? ആണോ? എന്നും സ്കൂളിന് പ്രതിജ്ഞ ചെയ്യുക, എല്ലാ പരിപാടികൾ ജനഗണമനമില്ല, എന്നിട്ട് ഇങ്ങനെയുള്ള വിഭാഗീയ ചിന്തകൾ പ്രകടിപ്പിക്കുക. ഇതാണോ വേണ്ടത്? അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ വസ്തുതകൾ, മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഇത്തരം വിവാദങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ പ്രയാസങ്ങളായി മാറുകയല്ല വേണ്ടത്, പിന്നെയോ കൂടുതൽ കരുത്തും ആവേശവും ആവുകയാണ്. കാരണം ഒരു തൂണവളങ്ങൾ നിൽക്കുമ്പോൾ ആരും കല്ലെറിയാൻ പോകില്ല. ഫലം കായ്ക്കാത്ത പൂക്കാത്ത കണ്ണിമാങ്ങയില്ലാത്ത ഒരു മാവിനെ ആര് കല്ലെറിയാനാണ്? ഈ കണ്ണിമാങ്ങ ഉണ്ടാവുമ്പോ കുട്ടികൾ കല്ലെറിയാൻ തുടങ്ങും. മൂത്ത് ചെനച്ച് പഴുക്കാറാകുമ്പോ കാക്കകളും പക്ഷികളും മൃഗാദികളും എല്ലാം വരും. അവിടുന്ന് വീണ്ടും തടുത്തു പോകും. അതുകൊണ്ട് ഇത്തരം രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, വേദനിക്കേണ്ട ആവശ്യമില്ല, ബേജാറാകേണ്ട ആവശ്യമില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം, ഓർമ്മിപ്പിക്കുക. അപ്പോ നമ്മുടെ ആദർശം വളരെ വ്യക്തമാണ്. ആദർശ വ്യതിയാനമുണ്ട് എന്നത് വ്യക്തമാണ്. ഈ ആദർശത്തിലേക്ക് ക്ഷണിച്ചാൽ എന്ത് കിട്ടാനുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ബിംബമുണ്ട്, ജാറമുണ്ട്, ദർഗയുണ്ട്, മക്കാമുണ്ട്, പുണ്യമരമുണ്ട്, പുണ്യമൃഗമുണ്ട്, പുണ്യപുഷ്പമുണ്ട്, കോടി രൂപ വരുമാനമുണ്ട്. എന്നാൽ അള്ളാഹുവെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വരുമാനമില്ല. സ്ത്രീധനം വാങ്ങാൻ പാടില്ല എന്ന് എന്തിനു മുജാഹിദ് പ്രസ്ഥാനം പറയണം? എനിക്ക് 13 ആൺമക്കളുണ്ട്, 4 പെൺമക്കളുണ്ട്, എന്തിന് സ്ത്രീധനം വാങ്ങണ്ട എന്ന് പറയണം? എന്താണ് ആവശ്യം? ഈ സമൂഹത്തിലെ വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന 10,000-കണക്കിന് പെൺകുട്ടികൾ, വിധവകളും വിവാഹമോചിതകളും പ്രായമേറിയവരും പേരുദോഷമുള്ള കുടുംബങ്ങളിലെ മെമ്പർമാരും ആരോരുമില്ലാത്ത കുട്ടികളുമൊക്കെയുണ്ട്. പിതാവാരാണെന്ന് അറിയാത്ത മക്കൾ ചുങ്കപ്പറയിൽ പഠിക്കുന്നുണ്ട്. പിതാവാരാണെന്ന് അറിയാത്തവർ. അതുകൊണ്ട് അത്തരം കുട്ടികൾക്കൊക്കെ കല്യാണങ്ങൾ ഉണ്ടാകണം. ആ നിനക്ക് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതിന് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, സ്ത്രീധനം ഇല്ലാതാകണമെങ്കിൽ ആഭരണം ഇല്ലാതാകണം, കല്യാണം ലളിതമാകണം. ഈ 2 മാർഗങ്ങളും നിങ്ങളുടെ മനസ്സിന്റെ ചെപ്പിൽ സൂക്ഷിച്ചു വെക്കുക. പ്രാർത്ഥിക്കുക. ഈ കലണ്ടർ ആവശ്യമുള്ള എല്ലാവരും മണിക്കൊണ്ടു പോവുക. സംഭാവനകൾ ആവശ്യമുള്ളവർ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ ലോകത്ത് നടത്തിയിരിക്കുന്നതാണ്.
എല്ലാം കേട്ട് ഏറ്റവും നല്ല പിൻപറ്റുന്ന ബുദ്ധിയുള്ളതിൽ അള്ളാഹുവേ ഞങ്ങളെ ഖുർആന സുന്നത്ത് ജീവിക്കുന്ന ഈമാനോട് ഭൂമിയോട് മരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹുവെ ഉൾപ്പെടുത്തുന്നതാണ്. രോഗികളായി